ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് NRL പണ്ട് നമ്മുടെ കാർഷിക സർവകലാശാലയിൽ നിന്ന് കിട്ടിയ ഒരു ഇനമാണ്. പൈനാപ്പിൾ ക്യാൻഡി എന്നാണ് ഒരു പേരിട്ടേക്കുന്നത്. ഇത് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുനിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെ കൂടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി 2 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മൾ അബുദാബിയിൽ നിന്ന് ഇറക്കിയ ഷെയ്ഖ് നുഫൈലും, ഒന്ന് നമ്മളെ വേങ്ങര നിന്ന് ഇറക്കിയ ഗ്രാഫിംഗ് സ്പെഷ്യലിസ്റ്റാണ് സാദിഖ് ഭായ്. അപ്പോൾ 2 പേരുണ്ട്. പിന്നെ നമ്മൾ അഖില് അവിടെ ക്യാമറ പിടിച്ചിരിക്കുന്നത് ബിഹൈൻഡ് ദ ക്യാമറ. അപ്പോൾ ഇതൊന്ന് ബോസ് തന്നെ ചെത്തി. അപ്പോൾ പൈനാപ്പിൾ ക്യാൻഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു മാങ്ങ നമ്മൾ പിന്നെ NRL പോയപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇത് നല്ല നാടൻ മാങ്ങന്റെ ഫ്ലേവർ അല്ലേ? നല്ല നാടൻ, നാട്ടിലെ നമ്മള് പിന്നെ നല്ല ഫ്ലേവറൊക്കെ ഉള്ള വരുന്നുണ്ട്. ഈ ചെറിയ ഈ വലുപ്പത്തിൽ വരുന്ന പരിക്കമാങ്ങ അതിന്റെ അതേ ഫ്ലേവർ അല്ലേ? ഒരു സ്മെല്ല് പൈനാപ്പിളിന്റെ ചെറിയൊരു സ്മെല്ലിന്റെ പൈനാപ്പിൾ മാറ്റം വന്നു. ഒരു ചെറിയ ഒരു പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ അതെ, ആ ഒരു ചെറിയ പൈനാപ്പിളിന്റെ ഒരു ഷെയ്ഡ് കയറി വരുന്നുണ്ട്. ആ പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ പക്കാ പൈനാപ്പിൾ പോലെയല്ല. ഈ 2 മാങ്ങ രണ്ടും 2 രീതിയിൽ റൈപ്പായി. ഓവർ റൈപ്പാണ് അല്ലേ? എന്തായാലും പക്ഷെ ഇത് സീഡ് കൂടുതലാണ് കേട്ടോ. യെല്ലോ ഫ്ലേവർ ആണ് അല്ലേ? യെല്ലോ കളറാണ് ഇത്. മറ്റേ നന്ദകുമാരി അല്ല, മറ്റേ എന്താ പറയാ, തീരെ ഇതില്ലല്ലോ. അത് ഇത്ര കനുണ്ട്, മധുരം ഇത്ര കനുണ്ട് കേട്ടോ. മധുരം കുറച്ച് കുറവാണ്. മഴ ഒരു സീനാണ് ഈ വർഷം. കുറവാ മധുരം കുറവാ. എനിക്കൊന്ന് നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ടുണ്ടോ? എന്നാലും മൊത്തത്തിൽ വെള്ളത്തിലാണല്ലോ. 15.6. തോട്ടം കംപ്ലീറ്റ് നല്ല വെള്ളത്തിലല്ല. ഒരു നനയുള്ളതിനെ കൊണ്ട് ഫ്ലേവർ ഒരു ഇമാ പസന്തൊക്കെ അവിടെ മാങ്ങൊന്ന് കഴിച്ചു നോക്കി. ഇതൊന്ന് പസന്താണോ? എന്താണ് ഒരു ഗ്യാസ് ഉണ്ടല്ലോ, അത് പഴുപ്പ് കൂടിയിട്ടുള്ള പ്രശ്നമല്ലേ? എന്താണ് ടേസ്റ്റ് വരുന്നത്? നാടൻ മാങ്ങയുടെ ടേസ്റ്റാണ്. ചെറിയൊരു സിട്രസ് നോട്ട്സ് ഇല്ലേ സാധനത്തിന്? അങ്ങനെയുണ്ട്. ആ സിട്രസ് നോട്ട് അങ്ങോട്ട് കയറുന്നുണ്ട്. ഈ ഒരു ഭാഗം ചെയ്തില്ല എനിക്ക്, ഈ മോൾ ഭാഗം. തൊലിയോട് അടുത്ത് ചെറിയൊരു ചൊനയുണ്ട്. തൊലിക്ക് കയ്പുണ്ട്. ഫ്ലേവർ നമ്മൾ കഴിച്ച് പരിചയമുള്ള നല്ലൊരു നാടൻമാങ്ങൻ്റെ ഫ്ലേവർ ഉണ്ട്. ബ്രിക്സ് വരുന്നത് 15-16 റേഞ്ചൊക്കെയാണ് വരുന്നത്. ശരിക്കും ആ ക്യാൻറ്റീൻ ഉണ്ടോ ശരിക്കും? ഇത് വെള്ളം കൂടിയതാണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു ചെറിയ മാങ്ങയാണ്. ഒരു 200 ഗ്രാമിലൊക്കെ താഴെ അല്ലേ? 100 ഇല്ല. വെള്ളത്തിന്റെ മാങ്ങന്റെ പുറത്ത് തന്നെ നമുക്കറിയാലോ. മഴ നല്ല രീതിയിൽ വലിയ മാങ്ങ 200 ഗ്രാം ഉണ്ടാവും. നല്ല രീതിയിൽ മഴ കൊണ്ടിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ NRL മൊത്തത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് അവിടെ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് സീഡ നല്ല സൈസ് ആട്ടോ. വലിയ സീഡാണ്. തന്നെ സീഡുണ്ട്. നല്ല ഫ്ലഷ് കുറച്ചും കൂടി കിട്ടുന്നുണ്ട്. ഫൈബർ കുറവാണ്, ഞരമ്പാണുള്ളത്. ഇത് ശരിക്കും മാങ്ങനെ അസസ് ചെയ്യാൻ പറ്റിയ മാങ്ങല്ല കേട്ടത്. കാരണം ഈ മാങ്ങ കിട്ടിയ സമയം വളരെ ലേറ്റ് ആയിട്ടാണ്. May 27th ആണെന്ന്. പിന്നെ മഴയുടെ ഒരു വെള്ളം കൂടി എന്തായാലും ഇതിനൊരു വിലയിരുത്താൻ പറ്റുന്നില്ല. കാരണം ഒന്നുകൂടെ ഒരു സ്വീറ്റ് വരണം അല്ലേ? വരുന്ന പ്രതീക്ഷിക്കുക അത് ഉണ്ടാവും. ഇത് ഈ സമയം ആയതുകൊണ്ടാണ്. ചിലപ്പം ഈ ഡ്രൈ സീസണിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നന്നാവും. പക്ഷെ എങ്കിലും മയൻ്റെതാണത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പിന്നെ ഈ പ്രാവശ്യത്തത് ഒട്ടും വിലയിരുത്താൻ പറ്റൂല. ഈ പ്രാവശ്യം മഴ വളരെ ഒരുപാട് മഴ കിട്ടി. എല്ലാ മാസത്തിലും മഴയാണ്. എല്ലാ മാസവും മഴ.
ഒരുപാട് മഴ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഇതൊരു ഈ മഴയത്ത് ഒരു 18 ബ്രിക്സൊക്കെ വേണമായിരുന്നു. എങ്കിലും ഒരു 18ഓളം ബ്രിക്സൊക്കെ വരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഒരു 20 മേലെയും 20-22 വരുള്ളൂ. ഫ്ലേവറാണ്. എവിടേക്കോ ചെറിയൊരു ഇമാ ബസന്തിൻ്റെ കഴിക്കുമ്പോൾ വല്ലാതെ കിട്ടുന്നുണ്ട്. ഉണ്ട്. ചെറിയൊരു ഇമാ ബസന്തൊക്കെ ഇവിടെ ഓടുന്നുണ്ട്. പക്ഷെ ഇത് വെള്ളം കയറി ഡൈല്യൂട്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ മാവ് വെക്കണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അതെ, അതാണ് ഒന്നുകൂടെ റിവ്യൂ ചെയ്യാം. കാരണം ഇത് ഒന്നാമത് നമ്മൾ ഇതിനെ വിലയിരുത്താൻ പറ്റുന്നില്ല എന്ന് പറയാൻ കാരണം തോന്നുന്നത് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്ത ഒരു മാമ്പഴമാണെന്നോ അല്ലേ ഒരു ഇനാണെന്നാണ് പറഞ്ഞത്. യൂണിവേഴ്സിറ്റി ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഒരു സാധനം ഒരിക്കലും റിലീസ് ചെയ്യില്ല. ഒരു 18 ബ്രിക്സ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളൊന്നും യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 18 ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അടുത്ത വർഷം 15 അടുത്ത് 15.6 കാണിക്കുന്നത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രൈ സീസണിൽ കിട്ടണം. അപ്പോൾ 18 ഡ്രൈ സീസണിൽ എൻ്റെ അഭിപ്രായത്തിൽ 20 മേലെ വരണം. അപ്പോൾ നമുക്ക് അടുത്ത വർഷം ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് നമുക്കൊരു ഫൈനൽ തീരുമാനം പറയാം. നമുക്കിത് പറയാൻ വയ്യ. ഒന്നാമത് ചെറിയ മാങ്ങയാണ്, അണ്ടി വലുതാണ്, C/+ റേഷ്യോ കൂടുതലാണ്, ഒരു പൈനാപ്പിളിൻ്റെ സ്മെല്ലുണ്ട്, ഒരു ചെറിയൊരു സിട്രസ് നോട്ട് ഉണ്ട്. ഇതിന് അത്യാവശ്യം ഒരു മധുരം ഫീൽ ചെയ്യുന്നുണ്ട്, പുഴുക്കേടില്ല. ഒരു നാടൻ ഇനം വെക്കേണ്ടവർക്ക് ഇതിപ്പോൾ തന്നെ വെക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ. നാടൻ ഇനം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഫ്ലേവർ ഭംഗി. നല്ല കൊലകുത്തി കായ്ക്കുന്നുണ്ട് കേട്ടോ ഈ മാവ്. ബഞ്ചായിട്ട് കായ്ക്കുന്നുണ്ട്. ബഞ്ചായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ തീരുമാനം. നാടൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വെക്കാം. നാടൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വർഷം തന്നെ വെക്കാം. ഈ വർഷത്തെ ഒരു മാവിനെയും നമുക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല ഈ വർഷം. എന്തായാലും നമുക്ക് ഒരു റിവ്യൂ കൂടെ ഇതിൻ്റെ ചെയ്യാം. ഓക്കെ, ബൈ.